മക്കളെ, അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, നിങ്ങൾ പഠിക്കാൻ തുടങ്ങി അല്ലേ? ഈ +1 നിന്ന് നമ്മൾ +2 +1 നിന്ന് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് +2, ഇങ്ങനെയായിരിക്കും +2, അങ്ങനെയാണ് +2 എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കിയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് +1 നിന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ തവണ, അതായത് ഇപ്പോൾ നടന്ന പരീക്ഷയിൽ, അതായത് നിങ്ങൾ +1 എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു +2 എക്സാം കൂടി കഴിഞ്ഞല്ലോ. ഇപ്പോൾ വിജയിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പാസ് ഔട്ട് ആയിരിക്കുന്ന +2കാർ, അവരുടെ വിന്നിങ് പെർസെൻറ്റേജ്, വിജയ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവ് കാണാം. കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പേര് ഫെയിലായ, അല്ലെങ്കിൽ ഒരുപാട് പേര് വിന്നിങ് പെർസെൻറ്റേജ് കുറവ് വന്ന ഒരു വർഷമായിരുന്നു ഇപ്രാവശ്യം. അതിനുള്ള കാര്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, അതിനുള്ള കാര്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ പുതിയ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്. പുതിയ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വന്നത്. ഇതിന് മുമ്പുള്ള വർഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വട്ടം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ല മാർക്കുകൾ കിട്ടുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് മാറി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അത് പുറത്തുനിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നുമല്ല, പകരം എൻ സി ആർ ടിയിലെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയുള്ള +2 കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുറപ്പില്ല. പകരം നമ്മൾ പാറ്റേൺ മാറുവാണ്. പുതിയ +2ൻ്റെ പാറ്റേൺ മാറുവാണെന്നല്ല, മാറി കേട്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ പഠിക്കുന്ന രീതികൾ മാറ്റണം, നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനുകൾ മാറ്റണം, നമ്മൾ നമ്മൾ പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ രീതികളും നമ്മൾ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യനുകളും എല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടി വരും കേട്ടല്ലോ. അതിൻ്റെ പ്രധാന കാര്യം +2ൻ്റെ പാറ്റേൺ മാറി കേട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന +2 എക്സാം ടഫാണോ ബുദ്ധിമുട്ടാണോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അത് ടഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം നമുക്ക് എന്താന്ന് പറയാം, ഒരിക്കലും ഒരു എക്സാം, ഇപ്പം നടന്ന +2 എക്സാം ടഫാണ്, ബുദ്ധിമുട്ടാണ്, ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പകരം എന്ത് പറയാം, അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം. അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങൾ, കുറച്ച് ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ എക്സാം കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുന്ന കുറേ പേരുണ്ടാവുമല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്കും. നമ്മുടെ സബ്ജക്റ്റ് വിഷയങ്ങളായ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾ എന്നിട്ട് കേട്ടാൽ മതി, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ കാര്യത്തിലെടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മാറിക്കൊണ്ടിരിക്കുകയാണ് പാറ്റേൺ, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ് പാറ്റേൺ. ആ പാറ്റേൺ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം കുറച്ച് സ്റ്റാൻഡേർഡായി. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ആകുന്നതനുസരിച്ച് നമ്മളും കുറച്ച് സ്റ്റാൻഡേർഡ് ആകണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഒന്ന്. രണ്ടെന്താണ്, എൻ സി ആർ ടിയിലെ എല്ലാ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റണം. പിന്നെയും ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ഈ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഓക്കെ ആയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവാനൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്കൂളിൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കുമെങ്കിൽ, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാം അതുപോലെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് അതും മതി. അത് കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ അത് ക്ലിയർ ആകുന്നില്ല, പഠിപ്പിക്കുന്നത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ട്യൂഷന് പോകണം അല്ലേ? എവിടെയാണോ ഈ സാധനം പഠിപ്പിക്കുന്നത് അത് തപ്പി നമ്മൾ പോകണം. അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവാതിരിക്കാം. എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ സമയത്താണ് എഡ്യൂപോർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഒരാളൊരു സാധനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ,
അത് മനസ്സിലായിട്ടല്ലേ പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്, പുതിയ പാറ്റേൺ. ആ പുതിയ പാറ്റേണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട സാധനമാണ് NCERT ക്വസ്റ്റ്യൻസ്. അതിവിടെ നിങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് എല്ലാ NCERT ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിരിക്കും. ഇനി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ, അതായത് എഡ്യൂപോർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ടെക്നോളജി ഇതാണ്, അഡാപ്റ്റീവ് ടെക്നോളജി. അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അല്ലേ. ആദ്യത്തെ ആൾക്ക് ചിലപ്പോൾ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും, രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ 2 തവണ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അടുത്ത ആൾക്ക് ചിലപ്പോൾ ഒരു 3 or 4 തവണ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അഡാപ്റ്റീവ് ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഒരു പ്രോബ്ലം പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കത് മുഴുവനായിട്ട് മനസ്സിലായില്ലേ, എവിടെയെങ്കിലൊക്കെ കുറച്ച് സാധനങ്ങൾ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ചെയ്ത ഒരുത്തന്, അതായത് മനസ്സിലായ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റി. അപ്പോൾ അവനത് പഠിച്ചു കഴിഞ്ഞു, ഓക്കെ. പക്ഷേ നിങ്ങൾ വന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെറുതായിട്ട് തെറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, ആൻസർ തെറ്റിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ മോഡലിലുള്ള അടുത്ത ചോദ്യം വരും. അതേ മോഡലിലുള്ള അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ കൃത്യമാക്കിയില്ലെങ്കിൽ, ഇനി അതും കൃത്യമാക്കിയില്ലെന്ന് വെച്ചു, നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരും. അതും കൃത്യമാക്കിയില്ലെങ്കിൽ അടുത്ത ചോദ്യം വരും. ഇനി അഥവാ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതും കൃത്യമായില്ലെന്ന് വിചാരിച്ചോ, തെറ്റും. ഇത് മനുഷ്യരാണ്, എന്തായാലും തെറ്റും, ചിലപ്പോൾ തെറ്റും. അതും കൃത്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരും. അങ്ങനെ നിങ്ങൾക്ക് 3 സെറ്റ് ചോദ്യങ്ങൾ അത് കൃത്യമാക്കാൻ വേണ്ടി ഓരോ സെറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതാണ് അഡാപ്റ്റീവ് ടെക്നോളജിയുടെ പ്രത്യേകത. കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലൊരു കാര്യമാണത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഇനി എന്താണ്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം, റിവിഷൻസ്. നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനുവരിക്കുള്ളിൽ നിങ്ങളെ പോർഷൻ തീർത്ത് മാക്സിമം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ ഏകദേശം പഠിപ്പിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് കൊടുത്തു, ലൈവ് ക്ലാസ്സുകൾ ഏകദേശം പഠിപ്പിച്ച് കഴിഞ്ഞു 2nd ചാപ്റ്റർ. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജൂൺ 11 ശ്രദ്ധിച്ചോളണം, ജൂൺ 11 പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 11. അപ്പോൾ ജൂൺ 11 സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിലുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ ആലോചിച്ച് കൃത്യമായൊരു തീരുമാനമെടുക്കുക. കാര്യം +2ൻ്റെ പാറ്റേൺ മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. സെറ്റല്ലേ?